പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ജോഗ്രഫിയിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിൻ്റെ ഉറവിടം തേടി. കാറ്റ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? കാറ്റ് രൂപം കൊള്ളുന്നതിൻ്റെ പിന്നിൽ അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസം എങ്ങനെയാണ് കാരണമാകുന്നത്? ഏതൊക്കെയാണ് വിവിധതരം കാറ്റുകൾ? അതിൽ ആഗോളവാദങ്ങൾ അഥവാ ഗ്ലോബൽ വിൻഡ്സ്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്, പീരിയോഡിക്കൽ വിൻഡ്സ്, അതുപോലെ ലോക്കൽ വിൻഡ്സ് തുടങ്ങിയവയാണ് നമ്മുടെ ഇന്നത്തെ പ്രതിപാദ്യ മേഖലകൾ. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ആദ്യമായി, എന്താണ് കാറ്റുകൾക്കുള്ള അടിസ്ഥാനം? കാറ്റുകൾക്കുള്ള അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മർദ്ദ വ്യത്യാസമാണ്, പ്രഷർ ചേഞ്ചസ്. എന്താണ് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് എയർ പ്രയോഗിക്കുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. The weight applied by the atmospheric air is called atmospheric pressure. അന്തരീക്ഷത്തിലെ വായു പ്രയോഗിക്കുന്ന ഭാരം അന്തരീക്ഷമർദ്ദമാണ്. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. രണ്ട് തരം ബാരോമീറ്ററുകളുണ്ട്, മെർക്കുറി ബാരോമീറ്ററും അനെറോയിഡ് ബാരോമീറ്റർ. അതിൽ മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത് കൃത്യതയോടുകൂടിയ മെഷർമെൻ്റ് ആയിരിക്കും നമുക്ക് നൽകുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഓരോ ചതുരശ്ര സെൻറ്റിമീറ്ററിലും 1034 മില്ലിഗ്രാം 1034 മില്ലിഗ്രാം ഭാരമാണ് വായു പ്രയോഗിക്കുന്നത്. ഇത് അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ ആക്യുറേറ്റായി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്തരീക്ഷ മർദ്ദം മെഷർ ചെയ്യുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട്. 2 യൂണിറ്റുകളാണ് നമ്മൾ അതിനായി ഉപയോഗിക്കുന്നത്. ഒന്ന് ഹെക്ടോ പാസ്കൽ, മറ്റൊന്ന് മില്ലി ബാർ. ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാർ എന്നീ ഏകകങ്ങളാണ് നമ്മൾ അതിനായി ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, ശരാശരി അന്തരീക്ഷ മർദ്ദം എത്രയാണ്? ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1013.2 ഹെക്ടോ പാസ്കലാണ്. 1013.2 ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ 1013.2 മില്ലി ബാർ ആണ് ശരാശരി അന്തരീക്ഷ മർദ്ദം. അത് ഓർക്കുക. ഈ ശരാശരി അന്തരീക്ഷ മർദ്ദം ഒരു മെർക്കുറി ബാരോമീറ്ററിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഒരു മെർക്കുറി ബാരോമീറ്ററിലെ രസനിരപ്പ് 76 സെൻറ്റിമീറ്റർ ലെവലിലെത്തിയാൽ അതിൻ്റെ അർത്ഥം അവിടെ 1013.2 ഹെക്ടോ പാസ്കൽ മർദ്ദമാണുള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ശരാശരി അന്തരീക്ഷ മർദ്ദം 1013.2 ഹെക്ടോ പാസ്കൽ. അത് ഒരു മെർക്കുറി ബാരോമീറ്ററിൽ 76 സെൻറ്റിമീറ്റർ മെർക്കുറി ലെവലിലാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അന്തരീക്ഷ മർദ്ദം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. എന്തുകൊണ്ട്? അല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് നോട്ട് യൂണിഫോം എവരിവെയർ ഇൻ ദ എർത്ത്. വൈ? ദർ ആർ സർട്ടൻ ഫാക്ടേഴ്സ് influencing the atmospheric pressure, temperature, altitude and humidity. താപം, ഉയരം, ആർദ്രത എന്നീ ഘടകങ്ങളാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. എന്താണ് താപം? താപം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടാണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വായു ചൂട് പിടിക്കുകയാണ്. ചൂട് പിടിക്കുന്ന വായു സാന്ദ്രത കുറഞ്ഞ് അത് മുകളിലേക്ക് ഉയരുകയാണ്.
അപ്പോൾ ചൂട് പിടിക്കുന്ന എയറിന് ഡെൻസിറ്റി കുറയുകയും അത് ഒരു അസെൻഡിങ് മൂവ്മെൻറ്റിന് കാരണമാവുകയും ചെയ്യുന്നു. ഈ അസെൻഡിങ് മൂവ്മെൻറ്റ് എയർ പ്രഷർ കുറയ്ക്കുന്നു, അത് ലോ പ്രഷറിന് കാരണമാകും. എയർ തണുക്കുമ്പോൾ അത് ഭാരക്കൂടുതൽ ഉണ്ടാവുകയും ഡെൻസിറ്റി കൂടി ഭാരക്കൂടുതലിൻ്റെ ഫലമായി താഴേക്കിറങ്ങി ഒരു ഡിസെൻഡിങ് എയർ മൂവ്മെൻറ്റിന് കാരണമാവുകയും ചെയ്യും. ഈ ഡിസെൻഡിങ് എയർ മൂവ്മെൻറ്റ് അവിടെ അന്തരീക്ഷത്തിൽ മർദ്ദം പ്രയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓർക്കുക, ചൂട് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, ചൂട് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് താപവും മർദ്ദവും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. മർദ്ദവും താപവും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. മർദ്ദം താപവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. താപം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, താപം കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. രണ്ടാമത് ഉയരമാണ്. ഉയരവും മർദ്ദവും തമ്മിൽ എങ്ങനെയാണെന്ന് നോക്കാം. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ മോളിക്കുലാർ വെയ്റ്റ്സ് കൂടിയ അല്ലെങ്കിൽ തന്മാത്രാ ഭാരം കൂടിയ വാതകങ്ങളായിരിക്കും കേന്ദ്രീകരിക്കപ്പെടുന്നത്. മുകളിലോട്ട് പോകുന്തോറും തന്മാത്രാ ഭാരം കുറഞ്ഞ, മോളിക്കുലാർ വെയ്റ്റ് കുറഞ്ഞ വാതകങ്ങളായിരിക്കും കേന്ദ്രീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിൽ കൂടുതൽ മർദ്ദവും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് മർദ്ദം കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നു? വൈൽ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. ഇവിടെ എന്താണ് കാണുന്നത്? ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് ഇവിടെയും നമ്മൾ കാണാൻ കഴിയുന്നത്. മർദ്ദവും ഉയരവും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലാണ്. ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു എന്നുള്ള വസ്തുത ഇവിടെ നമുക്ക് ബോധ്യമാകുന്നതാണ്. അടുത്തത് ആർദ്രതയാണ്. ആർദ്രത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അന്തരീക്ഷത്തിലെ നീരാവിയാണ് ആർദ്രത. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ജലബാഷ്പമാണ് ആർദ്രത. അന്തരീക്ഷത്തിൽ വായു തന്മാത്രകളേക്കാൾ ഭാരം കുറവ് എപ്പോഴും ജലതന്മാത്രകൾക്കായിരിക്കും. വായു തന്മാത്രകളുടെ അളവ് കുറയുകയും ജലതന്മാത്രകളുടെ അളവ് കൂടുകയും ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ മർദ്ദം കുറയുന്നതിന് കാരണമാകുന്നു. എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഇറ്റ് വിൽ വെരി അഫക്റ്റ് ഓൺ ദ പ്രഷർ ദാറ്റ് ഈസ് ഇൻ ഇൻവേഴ്സ്ലി. അന്തരീക്ഷത്തിൽ ആർദ്രത കൂടുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. അവിടെയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് അല്ലെങ്കിൽ വിപരീത അനുപാതത്തിൽ. അപ്പോൾ ഈ മൂന്ന് ഫാക്ടേഴ്സിനെയും നമ്മൾ വിശകലനം ചെയ്തപ്പോൾ ഒരു പൊതു നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിച്ചു. എന്താണ്? താപം, ഉയരം, ആർദ്രത എന്നീ ഘടകങ്ങൾ അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെടുമ്പോൾ വിപരീത അനുപാതത്തിലാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രഷർ ബെൽറ്റിലേക്കാണ്. എന്താണ് പ്രഷർ ബെൽറ്റ്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റാണ്. ചിത്രത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഒന്ന് ചിത്രം ശ്രദ്ധിക്കൂ. ഇതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ആഗോളതലത്തിൽ ചില അക്ഷാംശ രേഖകളിലുടനീളം ഏതാണ്ട് ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന മേഖലകളെയാണ് നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് അഥവാ ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നത്. ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് 0 ഡിഗ്രിയുടെ ഇരുവശങ്ങളിൽ, 0 ഡിഗ്രിയുടെ വടക്കോട്ട് 5 ഡിഗ്രി, തെക്കോട്ട് 5 ഡിഗ്രി, 30 ഡിഗ്രിയുടെ വടക്കോട്ട് 5, തെക്കോട്ട് 5. അത് രണ്ട് അർദ്ധഗോളങ്ങളിലും 30 ഡിഗ്രി കാണാൻ കഴിയും. അതുപോലെ 60 ഡിഗ്രിയിലും അങ്ങനെ തന്നെ 60 ഡിഗ്രിയുടെ വടക്കോട്ടും തെക്കോട്ടുമായിട്ട് ഒരു മർദ്ദമേഖല കാണാം. അത് രണ്ട് അർദ്ധഗോളങ്ങളിലും കാണാം. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും കാണാം. അതുപോലെ 90 ഡിഗ്രിയിലും കാണാം. നമ്മൾ ഈ ഓരോ മേഖലകളെ വിളിക്കുന്ന പേര് നോക്കാം. 0 ഡിഗ്രി മേഖലയെ വിളിക്കുന്നത് മധ്യരേഖാ പ്രദേശം എന്ന് പറയാം, ഭൂമധ്യരേഖാ പ്രദേശം. 30 ഡിഗ്രി മേഖലകളെ വിളിക്കുന്നത് ഉപോഷ്ണ മേഖലകൾ എന്ന് പറയാം. 60 ഡിഗ്രി മേഖലകളെ വിളിക്കുന്നത് ഉപധ്രുവീയ മേഖലകൾ എന്നാണ് വിളിക്കുന്നത്. 90 ഡിഗ്രിയെ വിളിക്കുന്നത് ധ്രുവീയ മേഖലകൾ എന്നാണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ആഗോള മർദ്ദ മേഖലകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രണ്ട് ഘടകങ്ങളുണ്ട്.
there are two factors influencing the formation of global pressure belts. ഏതൊക്കെയാണ് അവ എന്ന് നോക്കാം. ഒന്ന് ടെമ്പറേച്ചർ, താപനില. രണ്ട് റൊട്ടേഷൻ ഓഫ് എർത്ത്, ഭൂമിയുടെ റൊട്ടേഷൻ. ഭൂമിയുടെ റൊട്ടേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കോറിയോലിസ് ഫോഴ്സാണ് രണ്ടാമത്തെ ഫാക്ടർ. എന്താണ് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്ന പ്രദേശം, താപനിലയുള്ള പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ വളരെ ക്ലിയറാണ്, അത് ഭൂമധ്യരേഖയാണ്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഏറ്റവും ഉയർന്ന താപം ലഭിക്കുന്നതിനാൽ അവിടെ മർദ്ദം വളരെ കുറയുന്നു, ലോ പ്രഷറാണ്. ഈ ലോ പ്രഷർ ബെൽറ്റിനെയാണ് വിളിക്കുന്നത് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അഥവാ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അതെവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്താണ്. 0 ഡിഗ്രിയുടെ വടക്കും തെക്കുമായി ഏതാണ്ട് 10 ഡിഗ്രിയോളം വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അഥവാ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ആ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ടാകാൻ കാരണം ഉയർന്ന താപനിലയാണ്. രണ്ടാമത്, ഏറ്റവും കുറച്ച് ചൂട് ലഭിക്കുന്ന പ്രദേശം എവിടെയാണ്? ഒരു സംശയം വേണ്ട, അത് ഉത്തര ദക്ഷിണ ധ്രുവങ്ങളാണ്, 90 ഡിഗ്രി പ്രദേശങ്ങളാണ്. സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തണുപ്പ് വളരെ കൂടുതലാണ്. തണുപ്പ് കൂടുമ്പോൾ അവിടെ മർദ്ദം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രദേശങ്ങളിലും ഉച്ചമർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നത്, ഹൈ പ്രഷറായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ ഉച്ചമർദ്ദ മേഖലകളെ, ഈ ഹൈ പ്രഷർ മേഖലകളെ വിളിക്കുന്ന പേര് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ എന്നാണ്. എവിടെയാണ്? 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും. ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. വടക്ക് 90 ഡിഗ്രിയും തെക്ക് 90 ഡിഗ്രിയും. 90 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് എന്താണ് വിളിക്കുന്നത്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ. കാരണം എന്താണ്? ഏറ്റവും കുറച്ച് ചൂട് മാത്രം ലഭിക്കുന്ന മേഖല. അപ്പോൾ നമ്മളിവിടെ കണ്ടത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെയും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളുടെയും രൂപീകരണത്തിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ താപമാണ് അവിടെ സ്വാധീനിക്കുന്ന ഫാക്ടർ. താപം അഥവാ ടെമ്പറേച്ചർ. ഒരു ഭാഗത്തെ ടെമ്പറേച്ചർ ഏറ്റവും കൂടുന്നു, ഒരു ഭാഗത്തെ ടെമ്പറേച്ചർ ഏറ്റവും കുറയുന്നു. ഇനി രണ്ടാമത്തെ ഘടകം ഭൂമിയുടെ ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് എർത്ത്, അതുവഴി ഉണ്ടാകുന്ന കോറിയോലിസ് ഫോഴ്സ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു ഭൂമിയുടെ ഭ്രമണഫലമായി 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലും വന്നിറങ്ങുന്നു. അപ്പോൾ വായു താഴോട്ട് വന്നിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഡിസെൻഡിങ് എയർ മൂവ്മെൻറ്റ് മേക്സ് ഹൈ പ്രഷർ. ഡിസെൻഡിങ് എയർ മേക്സ് ഹൈ പ്രഷർ. താഴോട്ട് വന്നിറങ്ങുന്ന വായു അവിടെ മർദ്ദം കൂടുതൽ പ്രയോഗിക്കും, ഉച്ചമർദ്ദമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത്? മധ്യരേഖാ പ്രദേശത്തെ ഉയർന്ന താപനിമിത്തം ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് പോകുന്ന വായു ഭൂമിയുടെ റൊട്ടേഷന് ഫലമായിട്ട് 30 ഡിഗ്രി വടക്കേ അക്ഷാംശ രേഖയിലും 30 ഡിഗ്രി തെക്കേ അക്ഷാംശ മേഖലയിലും വന്നിറങ്ങുന്നു. തന്മൂലം ഈ രണ്ട് പ്രദേശത്തും ഉച്ചമർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാം, 60 ഡിഗ്രി അക്ഷാംശം വടക്കും തെക്കുമുണ്ട്. 60 ഡിഗ്രി എന്തായിരിക്കും അവിടെ സംഭവിക്കുക? തണുത്ത വായുവാണ് അല്ലേ? 90 ഡിഗ്രിയോട് ചേർന്ന് കിടക്കുന്ന 60 ഡിഗ്രി അക്ഷാംശ മേഖല എന്ന് പറയുമ്പോൾ തണുപ്പാണ്. പക്ഷേ എന്താ സംഭവിക്കുക? ഭൂമിയുടെ റൊട്ടേഷൻ്റെ ഫലമായിട്ട് ഈ പ്രദേശത്തെ വായു ചുഴറ്റിയെറിയപ്പെടുകയാണ്. ഇവിടുത്തെ വായു അവിടെ നിന്ന് വലിച്ചെറിയുകയാണ്. ആസ് എ റിസൾട്ട് ഓഫ് ദി റൊട്ടേഷൻ, ദ കോൾഡ് എയർ ഫ്രം 60 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് വിൽ ബി വൈലിംഗ് ഔട്ട് ഓർ ത്രോൺ ഔട്ട്. ചുഴറ്റിയെറിയപ്പെടുകയാണ്. അപ്പോൾ അവിടെയും നമ്മൾ കാണാൻ കഴിയുന്ന വായുവിൻ്റെ ഒരു അസെൻഡിങ് എയർ മൂവ്മെൻ്റ് ആണുള്ളത്. വായു പുറത്തേക്ക് പോവുകയാണ്. ഈ അസെൻഡിങ് എയർ മൂവ്മെൻറ്റ് അവിടെ ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ന്യൂനമർദ്ദത്തിന് കാരണമാകുന്നത് വായുവിൻ്റെ പുറത്തേക്കുള്ള ചുഴറ്റിയെറിയപ്പെടലാണ്. അതിന് കാരണം ഭൂമിയുടെ റൊട്ടേഷനാണ്. ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ മേഖലയിലെ വായു
ചുഴറ്റിയെറിയപ്പെടുന്നു. അപ്പോൾ മർദ്ദം കുറയുന്നു. അപ്പോൾ അങ്ങനെ 2 ന്യൂനമർദ്ദ മേഖലകൾ 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും ഉണ്ടാകും. ഇവിടെ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖലാ പ്രദേശത്തെ ഡോൾഡ്രം എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് കാരണം? ഡോൾഡ്രം എന്ന് വിളിക്കാൻ കാരണം മധ്യരേഖാ പ്രദേശത്ത് വായുവിൻ്റെ തിരശ്ചീന ചലനമില്ല എന്നുള്ളതാണ്. സൂര്യപ്രകാശം ഏൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എയർ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കാറ്റെന്ന് പറയുന്നത്, വിൻഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ വെർട്ടിക്കൽ എയർ മൂവ്മെൻ്റ് ആണുള്ളത്. വായു ലംബദിശയിൽ മുകളിലേക്ക് പോകുന്നതിനാൽ അവിടെ കാറ്റില്ല. അപ്പോൾ കാറ്റില്ലാത്ത മേഖലയാണ് നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കേണ്ടുന്ന ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഡോൾഡ്രം അഥവാ നിർവാത മേഖല, മലയാളത്തിൽ നിർവാത മേഖല. അപ്പോൾ ആഗോള മർദ്ദമേഖലകളെ നമ്മളിവിടെ മനസ്സിലാക്കി. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കാം. കാറ്റിൻ്റെ വേഗതയെയും ദിശയും സ്വാധീനിക്കുന്ന ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാറ്റിൻ്റെ വേഗതയെയും ദിശയും സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഒന്ന് ഫ്രിക്ഷൻ അഥവാ ഘർഷണമാണ്. എന്താണ് ഘർഷണം? നിമ്നോന്നമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശം, ഉയർച്ചകളും താഴ്ചകളുമുള്ള ഇറഗുലർ ടോപ്പോഗ്രാഫിയുള്ള ഒരു പ്രദേശം, ധാരാളം മരങ്ങളുള്ള ഒരു പ്രദേശം. ഈ സ്ഥലത്തു കൂടി കാറ്റിന് വളരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. കാറ്റിന് വേഗത കുറയും. കാരണം എന്താ? ഫ്രിക്ഷൻ കൂടുതലാണ് അഥവാ ഘർഷണം കൂടുതലാണ്. എന്നാൽ ഒരു സമുദ്രജല ഉപരിതലത്തിലൂടെ ഒരു മരുഭൂമിയിലൂടെ നിരന്ന പ്രദേശമാണ്, ഒരു തടസ്സങ്ങളുമില്ലാതെ, ഫ്രിക്ഷൻ വളരെ കുറവായതിനാൽ തടസ്സങ്ങളില്ലാതെ കാറ്റിന് വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കാറ്റിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഫാക്ടർ ഫ്രിക്ഷൻ അഥവാ ഘർഷണമാണ്. ഘർഷണം കൂടുമ്പോൾ കാറ്റിന് വേഗത കുറയുന്നു. ഘർഷണം കൂടുമ്പോൾ വേഗത കുറയുന്നു. ഘർഷണം കുറയുമ്പോൾ വേഗത കൂടുന്നു. ഓർക്കുക, ഘർഷണം കൂടുമ്പോൾ നിമ്നോന്നങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലൂടെ ഘർഷണം കൂടുന്നതിൻ്റെ ഫലമായിട്ട് കാറ്റിന് വേഗത കുറയുകയാണ്. അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലൂടെ കാറ്റ് വേഗതയിൽ സഞ്ചരിക്കും. ഒരു മരുഭൂമിയിലൂടെ വേഗതയിൽ സഞ്ചരിക്കും. കാരണം നിരന്ന പ്രദേശമാണ്, ഘർഷണം കുറവാണ്, കാറ്റിന് വേഗത കൂടുതലാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ് അല്ലെങ്കിൽ മർദ്ദച്ചരിവുമാന ബലം അല്ലെങ്കിൽ മർദ്ദച്ചരിവ് എന്ന് പറയും. മർദ്ദച്ചരിവിനെ എങ്ങനെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നതെന്ന് നോക്കാം. ചിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ 2 ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രം എയിൽ കുറേ രേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിയിലും അതുപോലെ രേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖകളുടെ ഒരു വശത്തായിട്ട് അവിടെ 700, 710, 720, 730, 740, 750, അതിനോട് ചേർന്ന് HPA എന്ന് വെച്ചാൽ ഹെക്ടോ പാസ്കൽ. അപ്പോൾ ഉറപ്പായി അത് മർദ്ദമാണ്. എന്താണ് രേഖകൾ സൂചിപ്പിക്കുന്നത്? 700 ഹെക്ടോ പാസ്കൽ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖയാണ്. 710 ഹെക്ടോ പാസ്കൽ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. 720 ഹെക്ടോ പാസ്കൽ, 730, 740, 750 അങ്ങനെ ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. ഇത്തരം രേഖകളെ വിളിക്കുന്ന പേര് ഐസോബാർസ് അഥവാ സമമർദ്ദ രേഖകൾ എന്ന് പറയും. അപ്പോൾ ഐസോബാർസ് എന്ന് വെച്ചാൽ എന്താ മനസ്സിലായല്ലോ? ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിങ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരേ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന, തുല്യ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ, അതെങ്കിൽ ഐസോബാർസ്. ഇനി നമുക്കിതിലേക്ക് വരാം. എന്താണ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രം എയിൽ സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണ്.
എന്ന് വെച്ചാൽ അവിടെ കുത്തനെയുള്ള മർദ്ദച്ചരിവാണ്, പ്രഷർ ഗ്രേഡിയൻ്റ് കൂടുതലാണ്. പ്രഷർ ഗ്രേഡിയൻ്റ് കൂടുതലാണ്, അപ്പം കാറ്റിന് വേഗത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണ്, അവിടെ പ്രഷർ ഗ്രേഡിയൻ്റ് ജെൻറ്റിലാണ്, ചരിവ് കുറവാണ്, കാറ്റിന് വേഗതയും കുറവാണ്. അപ്പോൾ സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കുറയുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രഷർ ഗ്രേഡിയൻ്റ് കൂടുതലാണ്, കാറ്റിന് വേഗത കൂടുതലാണ്. സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുമ്പോൾ അവിടെ പ്രഷർ ഗ്രേഡിയൻ്റ് കുറവാണ്, കാറ്റിന് വേഗത കുറവാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത. ഇനി അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ചിത്രം കോറിയോലിസ് ബലം അല്ലെങ്കിൽ കോറിയോലിസ് ഫോഴ്സിനെയാണ് കാണിക്കുന്നത്. ചിത്രത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറുമുണ്ട്. നമുക്ക് ആദ്യം നോർത്തേൺ ഹെമിസ്ഫിയർ എടുക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റ് നേരെ വീശുന്നു. കാറ്റ് പോകേണ്ടത് എങ്ങനെയാണ്? ആണ്ട് മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കുള്ള കാറ്റാണ്. ഈ കാറ്റിങ്ങനെ പോവുകയാണ്. പക്ഷേ എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ കാറ്റ് വളഞ്ഞു പോകുന്നതായി കാണുന്നു. ഈ കാറ്റിൻ്റെ സഞ്ചാരദിശ ഇങ്ങനെയാണ്. ആ സഞ്ചാരദിശയുടെ ഏത് വശത്തേക്കാണ് കാറ്റ് ചരിഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, വലതുവശത്തേക്കാണ്. ഇവിടെയും വലതുവശത്തേക്കാണ്, ഇവിടെയും വലതുവശത്തേക്കാണ്. അപ്പം ഈ ഓരോ ഭാഗത്തും, ചിത്രത്തിലെ ഓരോ ഭാഗത്തും കാറ്റിൻ്റെ സഞ്ചാരദിശ വലതുഭാഗത്തേക്ക് ചരിയുന്നതായി കാണാൻ കഴിയും. ദക്ഷിണാർദ്ധ ഗോളത്തിൽ അഥവാ സദേൺ ഹെമിസ്ഫിയറിൽ കാറ്റിൻ്റെ സഞ്ചാരദിശയുടെ ചരിവ് ഇടത് ഭാഗത്തേക്കാണ്, ലെഫ്റ്റിലേക്കാണ്. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പറയാം, നമുക്കതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുക? കാറ്റുകളുടെ ദിശയ്ക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഭൂമിയുടെ ഭ്രമണഫലമായിട്ടുണ്ടാകുന്ന കൊറിയോലിസ് ബലത്തിൻ്റെ സ്വാധീനത്താലാണ്. അപ്പം എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു കോറിയോലിസ് ഫോഴ്സ്, അല്ലെങ്കിൽ കാറ്റുകളുടെ ദിശാവ്യതിയാനം നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്, the direction of winds deflected towards right at the northern hemisphere and left at the southern hemisphere. കാറ്റുകളുടെ ദിശ നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും. ഇത് കണ്ടുപിടിച്ച ആള് ഗസ്റ്റേവ് ഡി കോറിയോലിസ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ടാണ് ഇതിനെ കോറിയോലിസ് ബലം അല്ലെങ്കിൽ കോറിയോലിസ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. കോറിയോലിസ് ഫോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ അഡ്മിറൽ ഫെറൽ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഈ സിദ്ധാന്തത്തിൻ്റെ പേര് ഫെറൽസ് ലോ എന്നാണ്. ഫെറൽസ് ലോ എന്നാണ് പറയുന്നത്. ആരാണ്? അമേരിക്കൻ സയൻറ്റിസ്റ്റായ അഡ്മിറൽ ഫെറൽ. സിദ്ധാന്തം എന്താ പറയുന്നതെന്ന് അറിയണ്ടേ? ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാകുന്ന കോറിയോലിസ് ബലത്തിൻ്റെ സ്വാധീനത്താൽ കാറ്റുകളുടെ ദിശ നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും വ്യതിചലിക്കുന്നു. ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്സ് ഡിഫ്ലക്ട്സ് ടുവേഴ്സ് റൈറ്റ് അറ്റ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് അറ്റ് ദ സദേൺ ഹെമിസ്ഫിയർ ഡ്യൂ ടു ദി കോറിയോലിസ് ഫോഴ്സ് ഡിറൈവ്ഡ് ഫ്രം ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. ഭൂമിയുടെ റൊട്ടേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കോറിയോലിസ് ബലത്തിൻ്റെ സ്വാധീനത്താൽ കാറ്റുകളുടെ ദിശയ്ക്ക് നോർത്തേൺ ഹെമിസ്ഫിയർ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും ദിശാവ്യതിയാനം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അമേരിക്കൻ സയൻറ്റിസ്റ്റായ അഡ്മിറൽ ഫെറൽ. അതുകൊണ്ട് ഈ സിദ്ധാന്തത്തെ വിളിക്കുന്ന പേര് ഫെറൽസ് ലോ എന്നാണ്, ഫെറൽ നിയമം എന്നാണ്. ഫെറൽ നിയമം എന്നാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പോകുന്നത് എങ്ങോട്ടാണ്? ആഗോളവാദങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ ആഗോളവാദങ്ങൾ അഥവാ പ്ലാനറ്ററി വിൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്ലാനറ്ററി വിൻഡ് സിസ്റ്റം എന്ന് നോക്കാം. ചിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ചിത്രത്തിൽ ആഗോള മർദ്ദ മേഖലകളുണ്ട്, ആ മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളുമുണ്ട്.
ഈ കാറ്റുകളെയാണ് നമ്മൾ ആഗോള വാദങ്ങൾ അഥവാ പ്ലാനറ്ററി വിൻഡ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്ലോബൽ വിൻഡ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നു. ചിത്രത്തിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. വാണിജ്യവാദങ്ങൾ ഏതാ? വാണിജ്യവാദങ്ങൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്, അഥവാ ട്രേഡ് വിൻഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ട്രേഡ് വിൻഡ്സ് എങ്ങനെയാണ് വീശുന്നത്? വിൻഡ്സ് blowing from subtropical high pressure belts to equatorial low pressure belt. The wind blowing from subtropical high pressure belts to equatorial low pressure belt. അതാണ് ട്രേഡ് വിൻഡ്. ഈ കാറ്റ് ഒരേ ദിശയിൽ എപ്പോഴും വീശുന്നു. അത് കച്ചവടത്തിനായി പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾക്ക് വളരെ ഗുണകരമായിരുന്നു. പണ്ടുകാലത്ത് ലോകം ചുറ്റി സഞ്ചരിച്ച, ലോകത്തെമ്പാടും സഞ്ചരിച്ചിരുന്ന കച്ചവടക്കാരുണ്ട്, ട്രേഡേഴ്സ്. അവരെ ഈ കാറ്റ് വളരെയധികം സഹായിച്ചു എന്നുള്ളതാണ്. ഒരു സ്റ്റഡി വിൻഡാണ്, ഒരു സ്ഥിരവാദമാണ് ഇത്തരം കാറ്റ്. ഇവിടെ ഈ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കൊറിയോലിസ് പ്രഭാവത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ കൊറിയോലിസ് ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഈ കാറ്റുകൾക്ക് ദിശാവ്യതിയാനമുണ്ട്. നോക്കൂ, ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമാണ് വീശുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്ക് ദിശയിൽ നിന്നുമാണ് വീശുന്നത്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നും സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നുമാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ കാറ്റിനെ വിളിക്കുന്ന പേര് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നുമാണ് ഈ കാറ്റിനെ വിളിക്കുന്നത്. രണ്ടാമത്തെ കാറ്റ് പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റർലീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വെസ്റ്റർലീസ് വീശുന്നത് ചിത്രത്തിൽ കാണാൻ കഴിയും. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്കാണ് വീശുന്നത്. പശ്ചിമവാദങ്ങൾ വീശുന്നത് എവിടെ നിന്നും എങ്ങോട്ടാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്കാണ് ഈ കാറ്റുകൾ വീശുന്നത്. ഈ കാറ്റുകൾ വീശുന്നത് അങ്ങനെ. അതുകൊണ്ടാണ് ഈ ഏതാണ്ട് പടിഞ്ഞാറ് നിന്നും വീശുന്നത് കൊണ്ടാണ് ഈ കാറ്റിനെ പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റർലീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ കാറ്റിൻ്റെ ദിശ എങ്ങനെയാണ് ഡിഫ്ലക്റ്റിന് അല്ലെങ്കിൽ ഡിഫ്ലക്ഷന് വിധേയമാകുന്നതെന്ന് നോക്കൂ. ഉത്തരാർദ്ധഗോളത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നുമാണ് ഈ കാറ്റ് വീശുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് നിന്നുമാണ് വീശുന്നത്. വടക്ക് പടിഞ്ഞാറ് നിന്നുമാണ് വീശുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്നു. അതാണ് ഇതിൻ്റെ ദിശാവ്യതിയാനം അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഓഫ് വിൻഡ്സ്. ഒന്ന്, നോർത്തേൺ ഹെമിസ്ഫിയർ ഇറ്റ് ഈസ് ഫ്രം സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ ഇറ്റ് ഈസ് ഫ്രം നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളെ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതെന്താ അങ്ങനെ വിളിക്കുന്നത്? ദക്ഷിണാർദ്ധഗോളത്തിൽ 40 ഡിഗ്രി അക്ഷാംശ രേഖകൾക്കപ്പുറത്ത് ബിയോണ്ട് ദ 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ റീജിയൻസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് കോണ്ടിനെൻറ്റ്സ്, മച്ച് കോണ്ടിനെൻറ്റ്സ്, അധികം കോണ്ടിനെൻറ്റുകളുടെ അഭാവം, the velocity of the winds will increase. അതിൻ്റെ കാറ്റിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. ഈ ഭാഗത്ത് കാറ്റ് വളരെ ശക്തിയിൽ വീശുന്നു, വളരെ വേഗതയിൽ വീശുന്നു. അപ്പം ദക്ഷിണാർദ്ധഗോളത്തിൽ 40 ഡിഗ്രി അക്ഷാംശ രേഖകൾക്കപ്പുറത്ത് കാറ്റുകൾ വളരെ ശക്തമായ രീതിയിലാണ് വീശുന്നത്. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ, അവിടെ വൻകരകളുടെ അഭാവമാണ്. 40 മുതൽ 60 ഡിഗ്രി അക്ഷാംശങ്ങൾ വരെ, ബിറ്റ്വീൻ 40 to 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ റീജിയൻസ്.
അതുകൊണ്ട് തന്നെ ഈ കാറ്റിനെ ആ മേഖലകളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. പശ്ചിമവാദങ്ങളെ ദക്ഷിണാർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏതൊക്കെയാണ് പേരുകൾ? 40 ഡിഗ്രി മേഖലകളിൽ ഇതിനെ വിളിക്കുന്ന പേര് റോറിംഗ് ഫോർട്ടീസ്, അലറുന്ന 40കൾ, റോറിംഗ് ഫോർട്ടീസ് എന്നാണ്. 50 ഡിഗ്രി അക്ഷാംശ മേഖലകളിൽ ഈ കാറ്റിനെ വിളിക്കുന്ന പേര് ഫ്യൂറിയസ് 50s എന്നാണ്. ഫ്യൂറിയസ് 50s എന്നാണ്. 60 ഡിഗ്രി മേഖലയിൽ 60 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി അക്ഷാംശ മേഖലകളിൽ ഈ കാറ്റിനെ വിളിക്കുന്ന പേര് ഷ്രീക്കിംഗ് 60s എന്നാണ്. ഷ്രീക്കിംഗ് 60s എന്നാണ് ഈ കാറ്റിനെ വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, 40 ഡിഗ്രി അക്ഷാംശ മേഖലകളിൽ റോറിംഗ് 40s എന്നും 50 ഡിഗ്രിയിൽ ഫ്യൂറിയസ് 50s എന്നും 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ റീജിയനിൽ ഇതിനെ വിളിക്കുന്നത് ഷ്രീക്കിംഗ് 60s എന്ന പേരുകളിലാണ് കാറ്റിനെ വിളിക്കുന്നത്. ഇനി നമുക്ക് ഒരേ ഒരു ആഗോളവാദങ്ങൾ കൂടിയേ ഉള്ളൂ. അതിൻ്റെ പേര് പോളാർ ഈസ്റ്റർലീസ് എന്നാണ്. ധ്രുവീയ പൂർവ്വവാദങ്ങൾ. എന്താണ് ഈ കാറ്റ് പൂർവ്വവാദങ്ങൾ എന്ന് വിളിക്കാൻ കാരണം? ഏതാണ്ട് കിഴക്ക് ദിശയിൽ നിന്നുമാണ് വീശുന്നത്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ. ഈ കാറ്റ് ഏതാണ്ട് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നത് കൊണ്ടാണ് ഇവയെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ധ്രുവീയവാദങ്ങൾ എന്ന് പറഞ്ഞാൽ പോളാർ വിൻഡ്സ് വീശുന്നത് എവിടെയാണ്? ഫ്രം പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ്. എങ്ങോട്ട് വീശുന്നു? ടു subpolar low pressure belt. From the polar high pressure belts to the subpolar low pressure belts, the wind is coming from eastern direction. So this wind is called polar easterlies. അതിനെ പോളാർ ഈസ്റ്റർലീസ് എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമ്മൾ കാലികവാദങ്ങളിലേക്കാണ് പോകുന്നത്. ഏതാണ് കാലികവാദങ്ങൾ? എന്താണ് കാലികവാദങ്ങൾ? ചില പ്രത്യേക കാലങ്ങളിൽ കാലവ്യത്യാസത്തിനനുസരിച്ച് ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ്. അതായത് ഋതുവ്യത്യാസങ്ങൾക്കനുസരിച്ച് ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ്. ഒരു സീസണിൽ ഒരു ദിശയിലേക്കും മറു സീസണിൽ അതിൻ്റെ എതിർദിശയിലേക്കുമാണ് കാറ്റ് വീശുന്നത്. ഇത് പ്രാദേശികമായിട്ടും സംഭവിക്കാം. ഒരു ദിവസത്തിൽ രാത്രിയിലും പകലിലും, രാത്രി ഒരു ദിശയിലേക്കും പകല് അതിൻ്റെ എതിർദിശയിലേക്കും വീശും. അതുപോലെ ഒരു സീസണിൽ ഉടനീളം അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ സീസണൽ വിൻഡ്സ് എന്നും വിളിക്കാം, പീരിയോഡിക്കൽ വിൻഡ്സ് എന്നും വിളിക്കാം. സീസണൽ വിൻഡ്സ് എന്നോ പീരിയോഡിക്കൽ വിൻഡ്സ് എന്നോ ഒക്കെ വിളിക്കാം. അപ്പോൾ സീസണൽ വിൻഡ്സ് അല്ലെങ്കിൽ പീരിയോഡിക്കൽ വിൻഡ്സിന് ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് മൺസൂൺ കാറ്റുകളാണ്. ഈ മൺസൂൺ കാറ്റുകളെ നമുക്ക് ഒരു ചിത്രത്തിലൂടെ പഠിക്കാം. ചിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവിടെ നോക്കുക, ഈ ചിത്രം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എവിടെ നിന്നും വീശുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന്, ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്കാണ് വീശുന്നത്. ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കാണ് കാറ്റ് വീശുന്നത്. എപ്പോഴാണ് ഈ കാറ്റ് വീശുന്നത്? വേനൽക്കാലത്താണ്. എന്തുകൊണ്ടാണ് കാറ്റ് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ റൈറ്റ് ദിശയിലേക്ക് അതിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നത്? കോറിയോലിസ് ഫോഴ്സാണ് അല്ലെങ്കിൽ കോറിയോലിസ് പ്രഭാവമാണ്. എന്തുകൊണ്ടാണ് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നത്? അത് കടലും കരയും അസന്തുലിതമായി ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. മൺസൂണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻഡ്സ്? 3 ഘടകങ്ങളാണ്. ഒന്ന്, സൂര്യൻ്റെ അയനമാറ്റം അല്ലെങ്കിൽ സൂര്യൻ്റെ അയനം. 2, കൊറിയോലിസ് പ്രഭാവം. 3,
കരയും കടലും അസന്തുലിതമായി ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നു. കടലും കരയും അസന്തുലിതമായി ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നു. ഈ 3 പോയിന്റുകളാണ് ഇടുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, അയനമാറ്റം അഥവാ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. 2, കോറിയോലിസ് ഫോഴ്സ്. 3, അൺഈക്വൽ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. എങ്ങനെയാണ് അൺഈക്വൽ ഹീറ്റിങ്ങും കൂളിങ്ങും വരുന്നത്? കര വേഗത്തിൽ ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യും. കടൽ സാവധാനമേ ചൂടുപിടിക്കുകയുള്ളൂ, സാവധാനമേ തണുക്കുകയും. എന്ന് വെച്ചാൽ ലാൻഡ് ഹീറ്റ്സ് ആൻഡ് കൂൾസ് ഫാസ്റ്റ്ലി ദാൻ സീ. ലാൻഡ് ഹീറ്റ്സ് ആൻഡ് കൂൾസ് ഫാസ്റ്റ്ലി ദാൻ സീ. ഇതാണ് എൻ്റെ കാര്യം. ഇനി നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ചിത്രത്തിലേക്ക് ഒന്നുകൂടി വരാം. ചിത്രം ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ നമ്മൾ ഈ പഠിച്ച 3 പോയിന്റുകൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. ഒന്ന്, സൂര്യൻ്റെ അയനമാറ്റമാണ്. ഇവിടെ നോക്കൂ, സൂര്യൻ ഇപ്പോൾ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. എപ്പോഴാണ്? വേനൽക്കാലത്താണ്. ഇപ്പോൾ വേനൽക്കാലത്ത് സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിൽക്കുമ്പോൾ കര വേഗത്തിൽ ചൂടുപിടിക്കുന്നു. അപ്പം കര വേഗത്തിൽ ചൂടുപിടിക്കുമ്പോൾ കരയിൽ ന്യൂനമർദ്ദം അഥവാ ലോ പ്രഷർ ഉണ്ടാകുന്നു. കടൽ സാവധാനമേ ചൂടുപിടിക്കുകയുള്ളൂ. അപ്പോൾ കടലിൽ ചൂട് കുറവാകുമ്പോൾ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഹൈ പ്രഷർ ഇന്ത്യൻ ഓഷനിൽ നിന്നും ലോ പ്രഷർ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്കാണ് കാറ്റ് വീശുന്നത്. ഈ കാറ്റിനെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? കോറിയോലിസ് ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഡയറക്ഷൻ ഷുഡ് ബി ഡിഫ്ലക്റ്റഡ് റൈറ്റ് വേർഡ്സ്. അതാണ് എൻ്റെ കാര്യം. ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് deflects towards right at the northern hemisphere due to the Coriolis force. അതാണ് അതിൻ്റെ കാരണം. ആ കാരണം കൊണ്ട് കാറ്റ് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്നതായി നമുക്ക് കാണാം. ഇനി രണ്ടാമത്തെ കാറ്റിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഫാക്ടേഴ്സ് നമുക്കിവിടെ നിന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, അയനമാറ്റം അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെൻറ്റ്. എങ്ങനെയാണ്? സൂര്യൻ്റെ സ്ഥാനം സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ അവിടെ ചൂട് കൂടുന്നു, അല്ലേ? സദേൺ ഹെമിസ്ഫിയറിൽ ചൂട് കൂടുകയാണ്. ചൂട് കൂടുമ്പോൾ അവിടെ ലോ പ്രഷർ ഉണ്ടാകും. ചരിഞ്ഞ പ്രകാശം ലഭിക്കുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ചൂട് കുറവാണ്, പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടിയ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്നും പ്രഷർ കുറഞ്ഞ ഇന്ത്യൻ ഓഷനിലേക്കാണ് കാറ്റ് വീശുന്നത് ഈ സമയത്ത്. എപ്പോഴാണെന്ന് പറഞ്ഞു? ശൈത്യകാലം, വിൻ്റർ സീസൺ. ഡ്യൂറിങ് ദ കോൾഡ് വെതർ സീസൺ ദ വിൻഡ് ഈസ് ബ്ലോയിങ് ഫ്രം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ടു ഇന്ത്യൻ ഓഷൻ. കാരണം എന്താണ്? ദ അൺഈക്വൽ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. സീ ഹിയർ heats fastly because of the vertical rise is here. The vertical sunrise is here. The slanting rises are received by the Indian subcontinent. Slanting rises, slanting rise of sun received by the Indian subcontinent. So, in Indian subcontinent where high pressure, low pressure is here in Indian Ocean. From the high pressure Indian subcontinent, wind is blowing to Indian Ocean. അപ്പോൾ ചരിഞ്ഞ പ്രകാശരശ്മി ലഭിക്കുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ചൂട് കൂടുതലാണ്, മർദ്ദം കൂടുതലാണ്. വെർട്ടിക്കൽ റൈസ് ലഭിക്കുന്ന ഇന്ത്യൻ ഓഷനിൽ ചൂട് കൂടുതലാണ്, അവിടെ പ്രഷർ കുറവാണ്. അപ്പം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്നും ഇന്ത്യൻ ഓഷനിലേക്കാണ് കാറ്റ് വീശുന്നത്. ഈ കാറ്റ് കോറിയോലിസ് ഫോഴ്സിൻ്റെ ഫലമായിട്ട് റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു, അല്ലേ? റൈറ്റ് വേർഡ് ഡിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദിശ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിനെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത കടൽക്കാറ്റും കരക്കാറ്റും എന്താണെന്ന് നോക്കാം. അതും കാലികവാദമാണ്, പ്രാദേശികമായി ഉണ്ടാകുന്ന കാലികവാദങ്ങളാണ്, അല്ലെങ്കിൽ ലോക്കൽ പീരിയോഡിക്കൽ വിൻസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എന്താണെന്ന് നോക്കാം. രാത്രിയിലും പകലിലും ഉണ്ടാകുന്ന ആ താപവ്യത്യാസമാണ് കാറ്റിൻ്റെ ഒരു ദിശയിലേക്ക് മറുദിശയിലേക്ക് വീശാൻ ഇടയാക്കുന്നത്. നമുക്കിവിടെയും
നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുതകൾ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. എന്താണ് വസ്തുത? കരയും കടലും അസന്തുലിതമായി ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നു. ലാൻഡ് ഹീറ്റ്സ് ആൻഡ് കൂൾസ് ഫാസ്റ്റ്ലി ദാൻ സീ. കടലും കരയും അസന്തുലിതമായി ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നു. കര വേഗത്തിൽ ചൂടാവുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. കടൽ സാവധാനമേ ചൂടുപിടിക്കുന്നുള്ളൂ, സാവധാനമേ തണുക്കുന്നുള്ളൂ. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ തത്വങ്ങൾ. ഒന്നാമത്തെ ചിത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരിക. ഒന്നാമത്തെ ചിത്രം നോക്കൂ. ഒന്നാമത്തെ ചിത്രത്തിൽ പകലാണ്. പകൽ സമയത്ത് ലാൻഡ് വേഗത്തിൽ ചൂടുപിടിക്കുക, കര വേഗത്തിൽ ചൂടുപിടിക്കുന്നു. അപ്പോൾ അവിടെ ലോ പ്രഷർ ഉണ്ടാവുകയാണ്. കടൽ സാവധാനമേ ചൂടുപിടിക്കുന്നുള്ളൂ, ഹൈ പ്രഷറാണ്. അപ്പോൾ പകൽ സമയത്ത് മർദ്ദം കൂടിയ കടലിൽ നിന്നും മർദ്ദം കുറഞ്ഞ കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. ഒരു കാറ്റിന് പേര് നൽകുന്നത് എവിടെ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിപ്പോൾ കടലിൽ നിന്നാണ് വീശുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കടൽക്കാറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം എന്താ? പകൽ സമയത്ത് കര വേഗത്തിൽ ചൂടുപിടിക്കുകയും മർദ്ദം കുറയുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ലാൻഡ് ഹീറ്റ്സ് ഫാസ്റ്റ്ലി ദാൻ സീ അറ്റ് ഡേ ടൈം. ഇറ്റ് മേക്സ് എ ലോ പ്രഷർ അറ്റ് ലാൻഡ് ആൻഡ് ഹൈ പ്രഷർ അറ്റ് സീ. കടലിൽ ലോ പ്രഷറും കരയിൽ ഹൈ പ്രഷറും ഉണ്ടാക്കുന്നു. ഹൈ പ്രഷർ കടലിൽ നിന്നും ലോ പ്രഷർ കരയിലേക്കുള്ള കാറ്റാണ് ഇവിടെ കടൽക്കാറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ചിത്രം 2 വരാം. അവിടെ എന്താണ്? കരക്കാറ്റിനെയാണ് കാണിച്ചിരിക്കുന്നത്. സന്ദർഭം നമുക്കിവിടെ ബോധ്യപ്പെട്ടു. രാത്രിയാണ്. രാത്രിയിൽ കര വേഗത്തിൽ തണുക്കുകയാണ്. കടലിനെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ കര തണുക്കുന്നതിനാൽ കരയിൽ ഹൈ പ്രഷർ, ഉച്ചമർദ്ദം, കടലിൽ ന്യൂനമർദ്ദം. അപ്പോൾ മർദ്ദം കൂടിയ കരയിൽ നിന്ന് മർദ്ദം കുറഞ്ഞ കടലിലേക്കാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ കണ്ടത് കര വേഗത്തിൽ ചൂടുപിടിച്ചു, രാത്രിയിൽ കടൽ വേഗത്തിൽ തണുത്തു. കര വേഗത്തിൽ തണുത്തപ്പോൾ കരയിൽ മർദ്ദം കൂടി. മർദ്ദം കൂടിയ കരയിൽ നിന്നും മർദ്ദം കുറഞ്ഞ കടലിലേക്കാണ് കാറ്റ് വീശുന്നത്. ഈ കാറ്റിനെയാണ് നമ്മൾ കരക്കാറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതാണ് കരക്കാറ്റും കടൽക്കാറ്റും. ഇത് പ്രാദേശികമായി ഉണ്ടാകുന്ന പീരിയോഡിക്കൽ വിൻസാണ്. അതുപോലെ തന്നെ പ്രാദേശികമായി ഉണ്ടാകുന്ന മറ്റു 2 പീരിയോഡിക്കൽ വിൻസിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് പർവ്വതക്കാറ്റും മറ്റൊന്ന് താഴ്വരക്കാറ്റും. എങ്ങനെയാണ് പർവ്വതക്കാറ്റുണ്ടാകുന്നത്, എങ്ങനെയാണ് താഴ്വരക്കാറ്റുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം പകൽ സമയം. പകൽ സമയത്ത് സൂര്യപ്രകാശമേറ്റ് പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തെ വായു ചൂടുപിടിച്ചുയരുന്നു. പകൽ സമയത്ത് പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തെ വായു ചൂടേറ്റ് വികസിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ അവിടെ മർദ്ദം കുറയും. മർദ്ദം കുറയുമ്പോൾ എന്താ സംഭവിക്കുക? താഴ്വരയിൽ നിന്നുള്ള വായു പർവ്വതത്തിലേക്ക് സഞ്ചരിക്കും. ഇതാണ് താഴ്വരക്കാറ്റ്. എന്താണ് പറഞ്ഞത്? അറ്റ് ഡേ ടൈം the air in the mountain top heats and commit to ascending movement. ഒരു അസെൻഡിങ് മൂവ്മെൻറ്റിന് കാരണമാകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? there will create a low pressure. അവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ലോ പ്രഷറിലേക്ക് എന്ത് ചെയ്യുന്നു? the air from valleys move towards the mountain top. വാലിയിൽ നിന്നും എയർ മൗണ്ടൻ ടോപ്പിലേക്ക് സഞ്ചരിക്കുകയാണ്. ദിസ് എയർ മൂവ്മെൻറ്റ് ഈസ് കാൾഡ് വാലി ബ്രീസ് അഥവാ താഴ്വരക്കാറ്റ്. പകൽ സമയത്താണ് താഴ്വരക്കാറ്റുണ്ടാകുന്നത്. പകൽ സമയത്ത് പർവ്വതഭാഗത്തെ വായു ചൂടുപിടിക്കുന്നു, വികസിക്കുന്നു, മുകളിലേക്ക് പോകുന്നു, ലോ പ്രഷർ ഉണ്ടാകുന്നു. ആ ലോ പ്രഷറിലേക്ക് വാലിയിൽ നിന്നുള്ള എയർ അങ്ങോട്ടേക്ക് നീങ്ങുന്നു. അതാണ് നമ്മൾ പറയുന്നത് താഴ്വരക്കാറ്റ് അല്ലെങ്കിൽ വാലി ബ്രീസ്. രാത്രിയിൽ എന്താ സംഭവിക്കുക? മൗണ്ടൻ ടോപ്പിലെ എയർ തണുക്കുന്നു. തണുക്കുന്ന എയറിന് ഡെൻസിറ്റി കൂടുന്നു. ഡെൻസിറ്റി കൂടുന്ന എയർ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും താഴേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ്. രാത്രികാലങ്ങളിൽ ദ എയർ ഓൺ മൗണ്ടൻ ടോപ്പ് കൂൾസ് ആൻഡ് മേക്ക് ഡെൻസ്. ദ ഡെൻസ് എയർ മൂവ് ഡൗൺവേർഡ് ടു ദി വാലീസ്. അത് താഴ്വരയിലേക്ക് സഞ്ചരിക്കുക.
The dense air from the mountain top move downward towards the valleys. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പർവ്വതക്കാറ്റ് അല്ലെങ്കിൽ മൗണ്ടെയിൻ ബ്രീസ് എന്ന് പറയുന്നത്. രാത്രികാലങ്ങളിൽ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തെ വായു കൂടുതൽ തണുക്കുമ്പോൾ ഡെൻസിറ്റി കൂടുകയും ഡെൻസിറ്റി കൂടുമ്പോൾ ഭാരം കൂടുതൽ കൊണ്ട് താഴേക്ക് അത് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പർവ്വതക്കാറ്റ് രാത്രികാലങ്ങളിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രാദേശികവാദങ്ങളാണ്. എന്താണ് ഈ പ്രാദേശികവാദങ്ങൾ? ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വീശുന്ന പ്രാദേശികവാദങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിലൊന്ന് ചിനൂക്ക. ചിനൂക്ക് എന്ന വാക്ക് തന്നെ റെഡ് ഇന്ത്യൻ ഭാഷയിലുള്ളത്. റെഡ് ഇന്ത്യൻ ഭാഷയിൽ ചിനൂക്കിൻ്റെ അർത്ഥം സ്നോ ഈറ്റർ അഥവാ മഞ്ഞു തിന്നുന്നവൻ എന്നാണ്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിൽ, അതായത് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞ് ഉരുക്കി കളയാൻ കാരണമാകുന്ന കാറ്റാണ് ചിനൂക്ക്. അതൊരു ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്, വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഈ വരണ്ട ഉഷ്ണക്കാറ്റ് റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കേ ചരിവിലൂടെ വീശുമ്പോൾ ആ പ്രദേശത്തെ മഞ്ഞ് മെൽറ്റ് ചെയ്യുന്നതിന്, ഐസ് മെൽറ്റ് ചെയ്യുന്നതിന് കാരണമായി തീരുന്നു. അതുകൊണ്ടാണ് ഈ കാറ്റിനെ ചിനൂക്ക് എന്ന അല്ലെങ്കിൽ സ്നോ ഈറ്റർ എന്ന പദം ഉപയോഗിച്ച് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സ്നോ ഈറ്റർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? റോക്കീസ് മൗണ്ടെയിനിൻ്റെ ഈസ്റ്റേൺ സ്ലോപ്പിലെ മഞ്ഞുരുക്കാൻ സഹായിക്കുന്ന കാറ്റാണ്. ഇത് അവിടുത്തെ മഞ്ഞ് ഉരുകി ഒഴുകാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ അതിന് കാണാൻ കഴിയുന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അടിവാരം കനേഡിയൻ ഷീൽഡ്. കനേഡിയൻ ഷീൽഡിൽ അല്ലെങ്കിൽ ആ മേഖലയിലെ കനേഡിയൻ സമതല മേഖലയിലെ ഗോതമ്പ് കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യം ഇതുമൂലം സംജാതമാകും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള വശം. കനേഡിയൻ ഷീൽഡ് അല്ലെങ്കിൽ കനേഡിയൻ സമതലത്തിൻ്റെ പ്രദേശങ്ങളിലെ ഗോതമ്പ് കർഷകർക്ക് ഇത് വലിയ ഗുണകരമായി തീരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഒരു യൂറോപ്യൻ ചിനൂക്കുണ്ട്. ഇപ്പം നമ്മൾ ചിനൂക്ക് കണ്ടത് നോർത്ത് അമേരിക്കയിൽ, വടക്കേ അമേരിക്കയിലാണെങ്കിൽ യൂറോപ്പിൽ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിലെ മഞ്ഞുരുകാൻ കാരണമാകുന്ന കാറ്റാണ് ഫോൺ. ഫോൺ എവിടെയാണ്? ആൽപ്സ് പർവ്വതം. ആൽപ്സ് പർവ്വതം എവിടെയാണ്? യൂറോപ്പിലാണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ നോർത്തേൺ സ്ലോപ്പിലെ മഞ്ഞ് ഉരുകാൻ സഹായിക്കുന്ന കാറ്റാണ് ഫോൺ. അത് ഒരു ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്. അവിടുത്തെ മഞ്ഞുരുകാനായിട്ട് ഈ കാറ്റ് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊന്ന് ഹെർമാറ്റൻ. ഹെർമാറ്റൻ എന്ന കാറ്റാണ്. ഈ ഹെർമാറ്റൻ എന്ന കാറ്റ് വീശുന്നത് എവിടെയാണ്? അത് ആഫ്രിക്കയിൽ സഹാറ മരുഭൂമിയിലാണ്. സഹാറ മരുഭൂമിയിലൂടെ പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന, പശ്ചിമ ആഫ്രിക്കയിലേക്ക് വീശുന്ന, ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വീശുന്ന, വെസ്റ്റേൺ സൈഡിലേക്ക് വീശുന്ന കാറ്റാണ് ഹെർമാറ്റൻ. ഈ കാറ്റ് വീശുന്നതോടുകൂടി അവിടുത്തെ അസ്വസ്ഥപരമായ കാലാവസ്ഥയ്ക്ക് ഒരു ആശ്വാസം പകരുന്നു. ഈ കാറ്റ് വീശുമ്പോൾ ആഫ്രിക്കയുടെ വെസ്റ്റേൺ സൈഡ്, അവിടെയൊക്കെ വളരെ വരണ്ട, വളരെ ഹ്യൂമിഡിറ്റി കൂടി വല്ലാത്ത അവസ്ഥയാണ്. ഈ സ്ഥലത്തേക്ക് ഈ കാറ്റ് വീശുമ്പോൾ അവിടുത്തെ അസ്വസ്ഥകരമായിട്ടുള്ള ഒരു ക്ലൈമാറ്റിക്കൽ സിറ്റുവേഷന് ഒരു റിലീഫ് കിട്ടുന്നു, ആശ്വാസം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹെർമാറ്റൻ എന്ന കാറ്റിനെ അവിടുത്തെ ആളുകൾ ഡോക്ടർ ഹെർമാറ്റൻ എന്ന പേരിട്ട് വിളിക്കുന്നു. രോഗശാന്തി നൽകുന്ന ആൾ ഡോക്ടറല്ലേ, അതുകൊണ്ട് ഇതിനെ ഡോക്ടർ ഹെർമാറ്റൻ എന്നുകൂടി വിളിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിൽ വീശുന്ന 3 പ്രാദേശികവാദങ്ങളുടെ പേരുകളാണ്. ഇന്ത്യയിൽ വീശുന്ന 3 പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുക. ഇന്ത്യയിൽ വീശുന്ന 3 പ്രാദേശികവാദങ്ങൾ: ഒന്ന് ലൂ, മറ്റൊന്ന് മാംഗോ ഷവേഴ്സ്, പിന്നൊന്ന് കാൽ ബൈശാഖി.
ഇത് മൂന്നും വീശുന്നത് ഉഷ്ണകാലത്താണ്, വേനൽക്കാലത്താണ്, സമ്മർ സീസണിലാണ്. ഈ മൂന്ന് കാറ്റുകളുടെയും പ്രത്യേകത ഉച്ചയ്ക്ക് ശേഷമാണ്. അത് ലൂ എവിടെയാണെന്ന് നോക്കാം. ഉത്തര മഹാസമുദ്രത്തിൽ, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണ്. ഉത്തര മഹാസമുദ്രത്തിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണ് വീശുന്നത്. എവിടെ മുതൽ എവിടം വരെയാണ്? താർ ഡെസർട്ടിൽ നിന്ന് ആരംഭിച്ച് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയിലേക്ക് വീശുന്ന കാറ്റാണ് ലൂ. അപ്പം ലൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ് ബ്ലോയിങ് ഫ്രം താർ ഡെസർട്ട് ടു ദി ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ. ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയിലേക്ക് വീശുന്ന കാറ്റാണത്. അതാണ് ലൂ. രണ്ടാമത്തെ കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മാംഗോ ഷവേഴ്സാണ്. ഏതാ മാംഗോ ഷവേഴ്സ്? നമ്മുടെ കേരളം, തെക്കേ ഇന്ത്യ, കേരളം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ കാറ്റ് വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ശേഷം വീശുന്ന കാറ്റാണ്. ഈ കാറ്റ് വീശുന്നതോടുകൂടി ഇത് നമുക്കറിയാൻ കഴിയും, കാറ്റിനെ അകമ്പടിയായി, ഈ കാറ്റിൻ്റെ തുടർച്ചയായി കാറ്റിനോടൊപ്പം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് കാരണമാകുന്നു. ടോറൻഷ്യൽ റെയിൻഫാൾ. ഈ മഴ ഉച്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് ഇതിനെ ഉച്ചലിത വൃഷ്ടി എന്ന് നമുക്ക് വിളിക്കാം. 4 o'clock റെയിൻഫാൾ എന്ന് വിളിക്കാം മഴ. മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റാണ്. അത് ഉച്ചയ്ക്ക് ശേഷമായതുകൊണ്ട് നമുക്കതിനെ ഉച്ചലിത വൃഷ്ടി, ടോറൻഷ്യൽ റെയിൻഫാൾ എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. ഇടിമിന്നലോടുകൂടിയതാണ്. ഇതേ മഴ, ഇതേ കാലാവസ്ഥ പ്രതിഭാസമാണ് നമ്മൾ ബംഗാൾ, അതുപോലെ തന്നെ ഒറീസ, ബീഹാർ തുടങ്ങിയ മേഖലകളിലും ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കാൽ ബൈശാഖി എന്നാണ്. അതും വേനൽക്കാലത്താണ്. ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് കാരണമാകുന്ന, വൻതോതിൽ ആലിപ്പഴ വീഴ്ചയ്ക്കൊക്കെ കാരണമായി തീരുന്ന മഴയാണ്. അതാണ് ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ വീശുന്ന പ്രാദേശിക വാദങ്ങൾ. ഇനി നമ്മൾക്ക് ഈ മേഖലയിൽ അറിയേണ്ടുന്നത് അസ്ഥിരവാദങ്ങളാണ്, അല്ലെങ്കിൽ വേരിയബിൾ വിൻഡ്സാണ്. 2 തരം വേരിയബിൾ വിൻഡ്സാണുള്ളത്. ഒന്ന് ചക്രവാതങ്ങൾ, മറ്റൊന്ന് പ്രതിചക്രവാതങ്ങൾ. ചക്രവാതങ്ങളെ ഇംഗ്ലീഷിൽ സൈക്ലോൺസ് എന്നും പ്രതിചക്രവാതങ്ങളെ ഇംഗ്ലീഷിൽ ആൻറ്റി സൈക്ലോൺസ് എന്നുമാണ് പറയുന്നത്. ഇവ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ചക്രവാതങ്ങൾ എന്താണെന്ന് നോക്കൂ. മോണിറ്ററിൽ നിങ്ങൾക്ക് ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്. ചക്രവാതത്തിൻ്റെ ചിത്രമാണ് മോണിറ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ചക്രവാതം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് അതിൻ്റെ കേന്ദ്രഭാഗത്ത് ലോ പ്രഷറാണ്, ന്യൂനമർദ്ദമാണ്. ഇവിടെ 2 എണ്ണം കാണാൻ കഴിയും. ഒന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിലും മറ്റൊന്ന് സദേൺ ഹെമിസ്ഫിയർ. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലുമാണ്. നോക്കൂ, കേന്ദ്രത്തിൽ ന്യൂനമർദ്ദം, ചുറ്റിലും ഉച്ചമർദ്ദമാണ്. എന്താ സംഭവിക്കുക? ഉച്ചമർദ്ദ ചുറ്റുപാടുകളിൽ നിന്നും ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്കാണ് കാറ്റ് വീശുന്നത്. ഉച്ചമർദ്ദമുള്ള ചുറ്റുപാടുകളിൽ നിന്ന് ന്യൂനമർദ്ദമുള്ള കേന്ദ്രത്തിലേക്കാണ് കാറ്റ് വീശുന്നത്. ഈ കാറ്റ് ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയ്ക്ക് വിപരീതമായിട്ടാണ്, എതിർ ഘടികാര ദിശയിലാണ്. ഘടികാര ദിശയ്ക്ക് വിപരീതമായിട്ടാണ്, എതിർ ഘടികാര ദിശ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസിലാണ്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് കാരണം? കോറിയോലിസ് പ്രഭാവം, അല്ലെങ്കിൽ കോറിയോലിസ് ഫോഴ്സ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും കാറ്റുകൾ അവയുടെ ഡയറക്ഷൻ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സൈക്ലോൺസുകൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസിലും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസിലും വീശുന്നത്. ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ട് കാണാം അല്ലേ? ഇനി നമുക്ക് അടുത്തതായി പറയാൻ പോകുന്നത് ചിത്രം 2ലേക്ക് നമുക്ക് വരാം. അടുത്ത ചിത്രം നോക്കൂ. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ സെൻറ്റർ പോർഷൻ, അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രഭാഗത്ത് ഹൈ പ്രഷറാണ്. അതിൻ്റെ ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ ചുറ്റുമുള്ള പ്രദേശം എന്ന് പറയുന്നത് ലോ പ്രഷറാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഹൈ പ്രഷർ സെൻറ്ററിൽ നിന്ന് ലോ പ്രഷർ ചുറ്റുപാടിലേക്കായിരിക്കും കാറ്റ് വീശുന്നത്. ദ വിൻഡ് ഈസ് ബ്ലോയിങ് ഫ്രം ഹൈ പ്രഷർ സെൻറ്റർ ടു ലോ പ്രഷർ സറൗണ്ടിങ്സ്. ശരിയല്ലേ? ചിത്രം 2ലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും സറൗണ്ടിങ്സിലേക്കാണ് കാറ്റ് വീശുന്നത്, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക്. ഈ കാറ്റിൻ്റെ പ്രത്യേകത എന്താ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസിലും സദേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസിലുമാണ്.
നോർത്തേൺ ഹെമിസ്ഫിയറിൽ എതിർ ഘടികാര ദിശയിലും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഘടികാര ദിശയിലും സദേൺ ഹെമിസ്ഫിയറിൽ എതിർ ഘടികാര ദിശയിലുമാണ് അത് വീശുന്നത്. ഒന്നുകൂടി പറയാം. പ്രതിചക്രവാതങ്ങൾ അഥവാ ആൻറ്റി സൈക്ലോണുകൾ വീശുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നാണ് പറയുന്നത്. ഒരു പ്രദേശത്ത് കേന്ദ്രഭാഗത്ത് ഉച്ചമർദ്ദവും ചുറ്റിലും ന്യൂനമർദ്ദവും അനുഭവപ്പെടുമ്പോഴാണ് ആൻറ്റി സൈക്ലോണുകൾ അല്ലെങ്കിൽ പ്രതിചക്രവാതങ്ങൾ ഉണ്ടാകുന്നത്. പ്രതിചക്രവാതങ്ങൾ ഹൈ പ്രഷറുള്ള കേന്ദ്രത്തിൽ നിന്ന് ലോ പ്രഷറുള്ള സറൗണ്ടിങ്സിലേക്കാണ് കാറ്റ് വീശുന്നത്. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഘടികാര ദിശയിലും സദേൺ ഹെമിസ്ഫിയറിൽ എതിർ ഘടികാര ദിശയിലുമാണ് കാറ്റ് വീശുന്നത്. അതായത് നമ്മളിവിടെ മനസ്സിലാക്കുക, ആൻറ്റി സൈക്ലോൺ ഉണ്ടാകുന്നത് എപ്പോഴാണ്? വേർ ദർ ഈസ് എ ഹൈ പ്രഷർ സെൻറ്റർ ആൻഡ് ലോ പ്രഷർ സറൗണ്ടിങ്സ്. വിൻഡ് ഈസ് ബ്ലോയിങ് ഫ്രം ഹൈ പ്രഷർ സെൻറ്റർ ടു ദി ലോ പ്രഷർ സറൗണ്ടിങ്സ്. ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് at the northern hemisphere and anti-clockwise at the southern hemisphere. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് അന്തരീക്ഷ മർദ്ദം എന്താണെന്നും മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും മർദ്ദവ്യത്യാസം കാറ്റുകൾക്ക് കാരണമാകുന്നത് എങ്ങനെയെന്നും വിവിധ തരം കാറ്റുകൾ, അതിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റും ഗ്ലോബൽ വിൻഡ്സും ഏതൊക്കെയാണെന്ന് പഠിച്ചു. അവയുടെ ഡയറക്ഷൻസ് പഠിച്ചു. പീരിയോഡിക്കൽ വിൻഡ്സ്, അതിൽ മൺസൂൺ കാറ്റ് പഠിച്ചു. ലാൻഡ് ബ്രീസ് പഠിച്ചു. സീ ബ്രീസ് പഠിച്ചു. ലോക്കൽ വിൻഡ്സ് പഠിച്ചു. ലോക്കൽ വിൻഡ്സിൽ തന്നെ നമ്മൾ ചിനൂക്ക്, ഫോൺ, ഹെർമാറ്റൻ, ലൂ, മാംഗോ ഷവേഴ്സ്, കാൽബൈശാഖി എന്നിവ പഠിച്ചു. വേരിയബിൾ വിൻഡ്സ് അല്ലെങ്കിൽ വേരിയബിൾ വിൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് വരുന്നത്? ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളുമാണ്. അപ്പോൾ ചക്രവാതങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും പ്രതിചക്രവാതങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും നമ്മളിവിടെ മനസ്സിലാക്കി. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഏതൊക്കെ ദിശകളിൽ ഏതൊക്കെ വിധത്തിലാണ് അത് സഞ്ചരിക്കുന്നതെന്നുമൊക്കെ നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അടുത്ത യൂണിറ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.